നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂമറിക്കൽസ് ഓൺ വെക്ടേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ വെക്ടേഴ്സിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇന്ന് വെക്ടേഴ്സിന്റെ വളരെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. എൻട്രൻസ് ബേസ്ഡ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കണ്ടന്റ് നമ്മൾ നോക്കണം. പക്ഷെ അത് നിങ്ങളിപ്പോൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സെക്കൻഡ് ഇയേഴ്സിൽ വെക്ടേഴ്സ് എന്ന മാത്സിൽ ചാപ്റ്റർ ഉണ്ട്. ഓൾമോസ്റ്റ് അത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ സെഷൻസ് ഒക്കെ വളരെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഫസ്റ്റ് ഇയർ ബോർഡ് എക്സാമിന് ആവശ്യമായ കുറച്ച് കണ്ടന്റ്, അപ്പൊ അതാണ് നമ്മൾ ന്യൂമറിക്കൽസിൽ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വെക്ടേഴ്സ് ശരിക്കും ചെയ്യണമെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. പക്ഷെ അതാണ് അത് ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അത്ര ഡെപ്തിൽ ക്വസ്റ്റ്യൻസ് വരില്ല. എൻട്രൻസ് ആണെങ്കിൽ അത് ടെൻഷന്റെ ആവശ്യമില്ല. കാരണം മാത്സിൽ എന്തുണ്ട്, വെക്ടേഴ്സ് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പൊ ആ കണ്ടന്റ് കൂടി കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി എന്താവും, കണ്ടന്റ് നിങ്ങൾക്ക് സ്ട്രെങ്ത് ആവും. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് പ്രോബ്ലം ആണ് പിക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഫിസിക്സിൽ നമുക്ക് ഏറ്റവും ആവശ്യമായ ബേസിക് ആയ കുറച്ച് പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. അപ്പൊ ഓരോ പ്രോബ്ലംസ് ഒന്ന് വ്യത്യസ്തമായിരിക്കും. ഇത് വളരെ സെലക്റ്റീവ് ആയ പ്രോബ്ലംസ് ആണ്. ഇതുപോലെ സിമിലർ ആയ പ്രോബ്ലംസും അല്ലെങ്കിൽ ഈ കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് വേറെ പ്രോബ്ലംസ് എന്ത് ചെയ്യാം, ചോദിക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, vector A and B are two non-zero vectors. First one, if A cross B, modulus of A cross B is equal to A dot B, what is the angle between A and B? അപ്പോൾ എയും ബിയും നോൺ സീറോ വെക്ടേഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, മോഡുലസ് ഓഫ് എ ക്രോസ് ബി, അതായത് എ ക്രോസ് ബി ക്രോസ് പ്രൊഡക്റ്റ് എടുത്താലും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താലും അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും എങ്കിൽ ആ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് വൺ, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഇഫ് എ പ്ലസ് ബി ഇസ് ഇക്വൽ ടു എ മൈനസ് ബി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്താലും രണ്ട് വെക്ടേഴ്സ് സബ്സ്ട്രാക്ട് ചെയ്താലും ഈക്വൽ ആണ് എങ്കിൽ ആ രണ്ട് വെക്ടേഴ്സിനെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കണം? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. തേർഡ് വൺ, ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് എ മൈനസ് ബി ക്രോസ് എ പ്ലസ് ബി. അപ്പൊ മൂന്ന് പ്രോബ്ലംസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിൽ ഓൾറെഡി നമുക്ക് പറഞ്ഞിട്ടുണ്ട് എയും ബിയും നോൺ സീറോ വെക്ടേഴ്സ് ആണ്. നോൺ സീറോ വെക്ടേഴ്സ് ആണെങ്കിൽ ഇത് മൂന്ന് പ്രോബ്ലം ആയിട്ട് ചോദിക്കാം. അപ്പോ നമുക്ക് ഓരോന്നായി ചെയ്ത് തുടങ്ങാം. ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലേ എല്ലാവർക്കും? ഇതിൽ മോസ്റ്റ്ലി ചിലർക്ക് കാണുമ്പോൾ തന്നെ ആൻസേഴ്സ് ചിലർക്ക് മൈൻഡിൽ വന്നിട്ടുണ്ടാവും. കാരണം എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ അറിയാം, എ ബി സൈൻ തീറ്റയാണ്. ആൻഡ് എ ഡോട്ട് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി കോസ് തീറ്റയാണ്. അപ്പൊ തീറ്റ രണ്ടിനും എപ്പോഴാണ് സെയിം ആവാന്നൊക്കെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ബട്ട് പ്രോബ്ലം ചോദിക്കുമ്പോൾ അതിന് ഫുൾ സ്റ്റെപ്പിൽ വേണം ആൻസേഴ്സ് വരാൻ. കാരണം ആൻസർ ആ ഒരു ഹാഫ് മാർക്കേ ഉണ്ടാവുള്ളൂ, കംപ്ലീറ്റ് സ്റ്റെപ്പിനാണ് നമുക്ക് മാർക്ക് പോകുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ പോകുന്നത് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി. മോഡുലസ് എഴുതാൻ കാരണം നമുക്കറിയാം ക്രോസ് പ്രൊഡക്റ്റ് വെക്ടർ പ്രൊഡക്റ്റ് ആണ്, ഡോട്ട് സ്കെയിലർ ആണ്. അപ്പൊ എ ക്രോസ് ബി എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആക്ച്വലി വെക്ടർ ആണ് കിട്ടുക. അപ്പൊ നമുക്ക് വെക്ടർ അല്ല ആവശ്യം, അവിടെ ആ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് മോഡുലസ് എന്ന് എഴുതാൻ കാരണം. അപ്പൊ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് എ ബി സൈൻ തീറ്റ ആൻഡ് എ ഡോട്ട് ബി നമുക്കറിയാം എ ബി കോസ് തീറ്റ. അപ്പൊ രണ്ടും ഇക്വേറ്റ് ചെയ്തു. കാരണം ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എയും ബി ആണ് കാണേണ്ടത്. അപ്പോ അതിൽ എ ബി ക്യാൻസൽ ചെയ്തു. So sin theta is equal to cos theta, or we can say that sin theta by cos theta is equal to 1. So tan theta equal to 1. Tan theta 1 എന്ന് പറയുന്നത് theta 45 ആണ്. So answer is 45 degree. ഇതാണ് അതിന്റെ ആൻസർ. അപ്പോൾ ഈ ചെയ്തതിൽ എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആവശ്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പെട്ടെന്ന് പറയാം. സർ എ ക്രോസ് ബിക്ക് മാത്രം എന്താ സർ വെക്ടർ അല്ല മോഡുലസ് കൊടുത്തത്? എന്താ എ ഡോട്ട് ബിക്ക് കൊടുക്കാതിരുന്നു? എ ഡോട്ട് ബി ഓൾറെഡി സ്കെയിലർ പ്രൊഡക്റ്റ് സ്കെയിലർ വാല്യൂ അല്ലേ നമുക്ക് കിട്ടുക അതിലെ. ശരിയാ സർ. എ ക്രോസ് ബി നമുക്ക് വെക്ടർ ആയിട്ടാണ് അതിന്റെ മോഡുലസ് ഓഫ് വാല്യൂ വേണമെങ്കിൽ കൊടുക്കുന്നുണ്ട്, തെറ്റില്ല. എ ഡോട്ട് ബിക്ക് വേണമെങ്കിൽ എന്താണ് കൊടുത്താൽ, കാരണം എ ക്രോസ് ബിക്ക് മാത്രം കൊടുക്കാനുള്ള സ്പെസിഫിക് കൊടുക്കാനുള്ള കാരണം നമുക്കറിയാം എ ക്രോസ് ബി എ ബി സൈൻ തീറ്റ എൻ ക്യാപ്പ് ആണ്. ഒരു എൻ ക്യാപ്പ് ഗിവ്സ് ഡയറക്ഷൻ. അപ്പൊ നമുക്ക് ഡയറക്ഷൻ ആവശ്യമില്ല, അതിൽ മോഡുലസ് വാല്യൂ മാത്രമേ ആവശ്യമുള്ളൂ. അതാണ് അതിൽ അങ്ങനെ എഴുതാൻ കാരണം. ഓക്കെ, ഇനി ബാക്കിയുള്ള ക്ലിയർ ആണെങ്കിൽ യു ക്യാൻ യൂസ് ചാറ്റ് ബോക്സ്. ചാറ്റ് ബോക്സ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, ഇത് ക്ലിയർ ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ഡൗട്ട്സ് ഉള്ളവർ ജസ്റ്റ് മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക, ചോദിക്കുക. ബാക്കിയുള്ളവർ ഓക്കെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ബിയിലേക്ക് പോവാം. ബി, എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എ മൈനസ് ബി. ഈ ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കണം. അത് ഇങ്ങനെ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ വേറെ രീതിയിലും ചോദിക്കാം. ടു വെക്ടേഴ്സ് ആർ ആഡഡ് ആൻഡ് ടു വെക്ടേഴ്സ് സബ്സ്ട്രാക്റ്റഡ്, ദെൻ ബോത്ത് ആർ ഈക്വൽ. സോ വാട്ട്സ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി? രണ്ട് വെക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്തു, രണ്ട് വെക്ടേഴ്സ് സബ്സ്ട്രാക്ട് ചെയ്തു.
ആഡ് ചെയ്യുമ്പോഴും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴും ആ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള എയും ബിയും തമ്മിൽ എന്താണ് ആംഗിൾ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പൊ നമ്മൾ എഴുതി മോഡുലസ് ഓഫ് എ പ്ലസ് ബി സിക്കൽ മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് എഴുതി. അപ്പൊ ഇത് നമുക്ക് ഇക്വേഷൻ വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യാനും രണ്ട് വെക്ടേഴ്സ് സബ്സ്ട്രാക്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം ഓൾറെഡി. എന്താ ഇക്വേഷൻസ് ആഡ് ചെയ്യാനുള്ള വെക്ടേഴ്സ് എന്ന് പറയുന്നത്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത്രേ ഡിഫറൻസ് ഉള്ളൂ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab cos തീറ്റ. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ പ്ലസ് 2ab cos തീറ്റ, സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ് 2ab cos തീറ്റ. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് എഴുതി. അപ്പോൾ ഓൾറെഡി ക്വസ്റ്റനിൽ പറഞ്ഞിട്ട് ബോത്ത് ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇക്വേറ്റ് ചെയ്തു നമ്മൾ. ഇനി ഇത് സ്ക്വയർ നമ്മൾ പൊതുവെ റൂട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? സ്ക്വയർ ചെയ്ത് റൂട്ട് ഒഴിവാക്കും. അപ്പൊ ആദ്യം സ്ക്വയർ ചെയ്തു. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ ഇസിക്കൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab cos തീറ്റ കിട്ടും. അതിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അറിയാം, നമുക്ക് എ സ്ക്വയറും ക്യാൻസൽ ചെയ്തു, ബി സ്ക്വയർ ക്യാൻസൽ ചെയ്തു. അപ്പൊ 2ab cos തീറ്റ മൈനസ് 2ab cos ഇങ്ങോട്ട് ലെഫ്റ്റ് ഹാൻഡിലേക്ക് വരുമ്പോൾ അതും പ്ലസ് 2ab cos തീറ്റയും. 2ab cos തീറ്റ പ്ലസ് 2ab cos തീറ്റ എന്ന് പറയുന്നത് 4ab cos തീറ്റയും. സോ ദാറ്റ് ഈസ് cos തീറ്റ ഇസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ തീറ്റ 90 ആകുമ്പോഴാണ് രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോഴും രണ്ട് വെക്ടേഴ്സ് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴും ആൻസേഴ്സ് ഈക്വൽ ആവുക. സോ വാട്ട് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ? ഇത് ക്ലിയർ ആണോ? എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അല്ല ക്ലിയർ ആണെങ്കിൽ യു ക്യാൻ യൂസ് ചാറ്റ് ബോക്സ്. അല്ല ക്ലിയർ അല്ല എങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്യുക, ചോദിക്കുക ക്വസ്റ്റ്യൻസ്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ എക്സ്പ്ലെയിൻ ചെയ്ത മെത്തേഡിലോ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം. സർ, ചോദിച്ചോളൂ. 4ab cos theta is equal to 0. നെക്സ്റ്റ് സ്റ്റെപ്പ് ആകുമ്പോൾ 4ab എങ്ങനെയാ സർ കട്ടായത്? അത് കട്ടാവല്ലോ, നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ 0 ഡിവൈഡ് ബൈ 4ab എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് എടുത്താണ്. അത്രേ ഉള്ളത് അല്ലേ? ഓക്കെ സർ, ക്ലിയർ. ഓക്കെ. സർ ചോദിച്ചോളൂ. സർ, ഈ cos theta is equal to 0 വരുമ്പോൾ തീറ്റ 90 ഡിഗ്രി മാത്രമേ വരുള്ളൂ? ഇത് 0 അല്ല, അതായത് തീറ്റ 90 വരും, പിന്നെ താഴേക്കല്ലേ പോകുന്നത്. പിന്നെ പോയത് എന്താണ്? 0, അതായത് 0 90 വരും, ദെൻ 270 വരും. പക്ഷെ 270 ഒരു പ്ലെയിനിൽ പോസിബിൾ ആവില്ല. നമുക്കൊരു വെക്ടേഴ്സ് ആവുമ്പോൾ എന്താണ് ആഡ് ചെയ്യുമ്പോൾ രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യാൻ പോസിബിലിറ്റി എന്ന് പറയുന്നത് അങ്ങനെയല്ലേ? പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആണ്. രണ്ട് എ ബി ആകുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താവുള്ളൂ? ഈ ഒരു കേസ് വരുള്ളൂ. 270 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, തിരിച്ചെഴുതണം. മൈനസ് ബി തിരിച്ച് താഴേക്ക് ഇടുകയാണ്. ഓക്കെ സർ, ക്ലിയർ ആവുന്നു? ശരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ തീറ്റന്റെ വാല്യൂ സ്പെസിഫൈ ചെയ്യുമ്പോൾ 0 to 180 എന്ത് ചെയ്യാതെ അത് വെച്ചാൽ നമ്മൾ ആൻസേഴ്സ് പറയാം. മറ്റേ തെറ്റില്ല, കാരണം കോസ് 0ന്റെ വാല്യൂ എന്ന് പറയുന്നത് കോസ് 90ക്കും 0 ആണ്, കോസ് 270ക്കും 0 ആണ് വരുന്നത്. ക്ലിയർ ആവുന്നു? ക്ലിയർ സർ, താങ്ക് യു. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ടിൽ ഞാൻ വേറൊരു കാര്യം ഇതിൽ പറഞ്ഞുതരാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഫുൾ സ്റ്റെപ്പ് എഴുതാതെ ഈ സെക്കൻഡ് സ്റ്റെപ്പ് തന്നെ കൺക്ലൂഡ് ചെയ്യാം. ആൻസർ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ അറിയോ? ജസ്റ്റ് ഒരു വാക്ക് എഴുതിയാൽ മതി. ഈ ഫുൾ സ്റ്റെപ്പ് കൊണ്ടുവരാതെ ടു സാറ്റിസ്ഫൈ ദിസ് ഇക്വാലിറ്റി ദ 2ab cos theta should be 0 അല്ലെ? അങ്ങനെയല്ലേ വേണ്ടത്? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നോക്കൂ, ഇവിടെ എന്താണ് പ്ലസ് 2ab cos theta, ഇവിടെ എന്താ മൈനസ് 2ab cos theta. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഈ ടേം എന്തായിട്ട് മാറണം? 2ab cos theta 0 ആവണം. 2ab cos theta 0 ആണെങ്കിൽ തീറ്റ 90 ആവണം. അപ്പൊ അങ്ങനെ എഴുതി വെച്ചാലും ആൻസർ ശരിയാണ്. അപ്പൊ എന്താ പറയുക? ടു സാറ്റിസ്ഫൈ ദിസ് ഇക്വാലിറ്റി 2ab cos theta should be 0, ഫോർ ദാറ്റ് theta should be 90. അങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ഈ മുഴുവൻ സ്റ്റെപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഇത് 2-3 തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതിന് ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോഴും രണ്ട് വെക്ടേഴ്സ് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴും സെയിം ആൻസർ വരണമെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? Yes, sir. Okay. So the last one, C. A minus B cross A plus B. അപ്പൊ A minus B cross A plus B. അപ്പൊ നമ്മൾ ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ ചെയ്യുക. കാരണം എന്താണ്? ഇത്രയേ ഉള്ളൂ. അതിന് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക. അപ്പൊ A cross A plus A cross B മൈനസ് ബി ക്രോസ് എ പ്ലസ് ബി ക്രോസ് ബി. അതായത് നമ്മളിപ്പോ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ചെയ്യുന്ന പോലെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക. പക്ഷെ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ അവിടെ ക്രോസ് കൊടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഓൾറെഡി ഒരു ഐഡന്റിറ്റി പഠിച്ചാണ്. ഐ ക്രോസ് ഐ എന്ന് പറയുന്നത് 0 ആണ്, ജെ ക്രോസ് ജെ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഐ ക്രോസ് ഐ 0 ആവുമ്പോൾ ജെ ക്രോസ് ജെ 0 ആവുമ്പോൾ നമുക്കറിയാം എ ക്രോസ് എ എന്തായിരിക്കും? 0 ആണ്. അതേപോലെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ, ബട്ട് എ ക്രോസ് ബി ഈക്വൽ ടു മൈനസ് ഓഫ് ബി ക്രോസ് എ. ഈ രണ്ട് ഐഡന്റിറ്റി അറിയുന്നവർക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. എന്താണ്? സിൻസ് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി ക്രോസ് എ ആൻഡ് ഓൾസോ എ ക്രോസ് എ ആൻഡ് ബി ക്രോസ് ബി ഇസ് ഈക്വൽ ടു 0. അപ്പൊ ആൻസർ എന്താവും? 0 പ്ലസ്
എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് ബി, അതായത് മൈനസ് ഓഫ് ബി ക്രോസ് എനെ നമ്മൾ എന്താക്കി എഴുതി തിരിച്ചെഴുതി, അപ്പൊ ഒരു മൈനസ് കൂടി വരും, അപ്പൊ മൈനസ് മൈനസ് പ്ലസ് ആയി. എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് ബി, ഇറ്റ് ബിക്കം 2 into a cross b. So the final answer is equal to 2 into a cross b. അപ്പൊ a minus b into a cross b നെ a minus b cross a plus b നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ് 2 into a cross b. ഇത് നമ്മൾ ചെയ്തത് നമുക്ക് ആ രണ്ട് ഐഡന്റിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തത്. ഇത് ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ ഓക്കെ, ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ബാക്കിയുള്ള ടൈപ്പിങ്ങും പെട്ടെന്ന് നിങ്ങൾക്ക് അതല്ലെങ്കിൽ അല്ല ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം മൈക്ക് മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആണ്. അപ്പൊ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്ന് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം. മൂന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യാ ചോദിക്കാം. മൂന്നും പ്രീവിയസ് സ്റ്റേറ്റിന് ബോർഡ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്ലിയർ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if the magnitude of two vectors and their resultant are the same, what is the angle between the two vectors? ഇത് ഞാൻ ഏതൊരു ക്ലാസ്സിൽ അത് ചെയ്താൽ തോന്നുന്നു, എനിഹൗ എങ്കിലും പറയാം. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ട് വെക്ടേഴ്സ്, ഈക്വൽ വെക്ടേഴ്സ് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ വെക്ടറും ഇതിൽ ഏതെങ്കിലും ഒന്ന് ഈക്വൽ ആണ്, അങ്ങനെയാണ് ഇതിന് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ടു വെക്ടേഴ്സ് ആർ ആഡഡ്, the resultant is are equal to one of the either, അങ്ങനെയും ചോദിക്കാൻ ക്വസ്റ്റ്യൻ കേട്ടോ, ശ്രദ്ധിക്കണം. അതായത് ഇത് ചോദിച്ചിരിക്കുന്നതാണ്, if the magnitude of two vectors are and their resultant are the same, what is the angle between two vectors? ഒരിക്കൽ ചോദിച്ചിങ്ങനെയാണ്, if two equal vectors are added, the resultant is equal to one of the either, find the angle between the two vectors. അങ്ങനെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഓർക്കുക. അപ്പോ എ എന്ന വെക്ടറും ബി എന്ന വെക്ടറും കൂടി ആഡ് ചെയ്തു. പക്ഷെ ആഡ് ചെയ്യുമ്പോൾ കിട്ടിയ വെക്ടർ എക്കും ബിക്കും തുല്യമാണ്. അതായത് എയും ബി ഓൾറെഡി ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എയും ബി ഈക്വൽ ആണ്, കിട്ടിയ റിസൾട്ടന്റ് വെക്ടർ എന്താണ്, അതും എക്കും ബിക്കും തുല്യമാണ് എന്നാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, ആ ഇക്വേഷനിൽ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ആൻസർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇത് ക്വസ്റ്റ്യൻ മനസ്സിലായോ എല്ലാവർക്കും? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? യെസ് സർ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാണ് ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ തുടങ്ങേണ്ടത്? ജസ്റ്റ് ദ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ. കാരണം ടു വെക്ടേഴ്സ് ആർ റിസൾട്ടന്റ് കാണുന്ന ഇക്വേഷൻ നമുക്ക് ഇതാണ്, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ. അപ്പൊ അതില് അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം, ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ടു വെക്ടേഴ്സ് ആഡഡ് ആൻഡ് ദ റിസൾട്ടന്റ് ആർ സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാം, എ ഈക്വൽ ടു ബി ഈക്വൽ ടു ആർ എന്ന് എഴുതാം. കാരണം എയും ബിയും ആറും ഒക്കെ ഈക്വൽ ആണ്. അപ്പൊ എ ഈക്വൽ ടു ബി ഈക്വൽ ടു ആർ എന്ന് എഴുതാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, റിസൾട്ടന്റ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ എല്ലാത്തിനും എന്ത് ചെയ്യാം, നമുക്ക് 6 കൊടുക്കാം. എല്ലാത്തിനും 6 കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാത്തിനും എ കൊടുക്കുക, എല്ലാത്തിനും എല്ലാം ബി കൊടുക്കുക, ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 2 into r cos θ. റൂട്ട് വരുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുക, സ്ക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് ഒഴിവാക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പിൽ ആർ സ്ക്വയർ 2r സ്ക്വയർ ആവും, പിന്നെ r സ്ക്വയർ ആയി. Then next step square ചെയ്യും. അപ്പൊ r square is equal to 2r square plus 2r square cos θ. ക്ലിയർ? അടുത്ത സ്റ്റെപ്പിൽ r square കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇക്വേഷൻ എങ്ങനെയായി, 1 equal to 2 plus 2 cos θ. നെക്സ്റ്റ് സ്റ്റെപ്പ് 1 equal to 2, take it outside. So 2 into 1 plus cos θ. So 1 plus cos θ is equal to എന്താണ് 1/2. So cos θ is equal to 1/2 minus 1. So cos θ is equal to minus half. And theta equal to cos inverse of minus half, that is equal to 120. ഈ സ്റ്റെപ്പിന് ഇത്ര തന്നെ എഴുതാന്നില്ല, എഴുതിയുള്ളൂ. ചിലർക്ക് അറിയാലോ, cos minus 1/2 ആണെങ്കിൽ തീറ്റ 120 ആവണമെന്ന് അറിയാം. അപ്പോൾ നോർമലി ഫസ്റ്റ് ഇയർ നിങ്ങൾ ട്രിഗ്നോമെട്രി പഠിക്കുന്നുണ്ട്, എല്ലാ വാല്യൂസ് നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പൊ അതൊക്കെ കഴിയുമ്പോഴേക്കും ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം cos 45 1/√2 ആണ്, cos 30, cos 15, cos 60, cos 90 അതൊക്കെ നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഈ കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി അടുത്തോളം പഠിക്കുകയാണ്. അതായത് cos θ minus half ആണെങ്കിൽ തീറ്റ കാണാനാണ് ഇങ്ങനെ ഇത് കാൽക്കുലേറ്റർ, സ്റ്റേറ്റുകാർക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അവർക്ക് കാൽക്കുലേറ്ററിൽ ഇങ്ങനെ ചെയ്ത ആൻസർ കിട്ടും. കോസ് ഇൻവേഴ്സ് ഓഫ് minus half 120 കിട്ടും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫുൾ സ്റ്റെപ്പ് ഞാൻ ഇങ്ങനെ എഴുതിയത്. എക്സാംസിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, cos θ = minus half, so θ = 120 എഴുതിയാലും മതി. ആ ഫുൾ സ്റ്റെപ്പ് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എഴുതിയത്. ക്ലിയർ ആയ? അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നോക്കിക്കോളൂ. അതിൽ എന്തെങ്കിലും സംശയം, ഏതെങ്കിലും സ്റ്റെപ്പ് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതിൽ ഇത്രയേ ഉള്ളൂ പറയുന്നത്, രണ്ട് വെക്ടേഴ്സ് മേക്ക് ചെയ്യുന്ന ആംഗിള് 120 ആണ് എങ്കിൽ അത് റിസൾട്ടന്റ് വെക്ടറും ഈ രണ്ട് വെക്ടറിന് ഈക്വൽ ആയിരിക്കും. അതാണ് a equal to b equal to r എന്ന് പറയുന്നത്. ഇത് ചിലർ പെട്ടെന്ന് തെറ്റിക്കും ഈ ക്വസ്റ്റ്യൻ. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ ഒരു ആൻസർ ആയതും 16 ഇത്. കാരണം ഒരു ഇക്വലേറ്റഡ് ട്രയാങ്കിളിലെ 3 ആംഗിളും 3 സൈഡ്സ് ഈക്വൽ ആവുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്റെയും ബിന്റെയും വെക്ടർ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഈ ഇന്നർ വെക്ടർ ഔട്ടർ ആണ് എടുക്കുക, തീറ്റ. അതാണ് ഇതിൽ വരുന്ന ഏറ്റവും
വരുന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. പിന്നെ വരച്ച് കാണിച്ചു തരാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ നിങ്ങൾക്ക്? വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്തപ്പോൾ രണ്ട് ഈക്വൽ വെക്ടേഴ്സ് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടിനും എന്താണ് അതിന് തുല്യമാണ്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്യുക, ചോദിക്കാം. ഏതെങ്കിലും സ്റ്റെപ്പ് ക്ലിയർ ആയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാം. സർ ചോദിച്ചോളൂ. സർ അപ്പൊ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്ന തീറ്റയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? അത് പറഞ്ഞാൽ, കാരണം ട്രിഗ്നോമെട്രി നിങ്ങൾ ഒന്നില്ലെങ്കിൽ ലോഗരിതം ഉപയോഗിക്കണം, അല്ലെങ്കിൽ CBSE സ്റ്റുഡൻസ് ആകുമ്പോൾ നമുക്ക് ഇത് ഫിസിക്സിൽ നോർമലി വരുന്ന തീറ്റാസ് എന്നൊക്കെ പറയുന്നത് ചില വളരെ റയർ പ്രോബ്ലംസിലേ ഉള്ളൂ. എന്താണ് 18.19 അങ്ങനെ വരുള്ളൂ. ബാക്കിയൊക്കെ 45, 30, 120 ആ ഓർഡറിലാണ് വരിക. ഫസ്റ്റ് ഇയർ നിങ്ങൾ ഈ ട്രിഗ്നോമെട്രി പഠിക്കാനുണ്ടല്ലോ. അപ്പൊ അതിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ sin 15, sin 30, sin 60 ആ വാല്യൂസ് ഒക്കെ പഠിക്കും. അത് പഠിക്കണം, എങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ലോഗരിതംസ് ഇതിലെന്താണ് ലോഗരിതം നോക്കിയിട്ട് എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് അപ്പൊ അതിനേക്കാളും കൺവീനിയന്റ് ആണ് ഏറ്റവും പഠിച്ചു വെക്കുക. കാരണം ഇത് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ്. അത് 15, 30, 45, 60, 90, 120, 270, 360 അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് റിലേഷൻ നമ്മൾ പഠിക്കണം. ഇപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നു മാത്സിലുണ്ട് തേർഡ് ചാപ്റ്റർ ഏതാണെന്ന് ഓർമ്മയില്ല. മാത്സിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ട്രിഗ്നോമെട്രിന്റെ ചാപ്റ്റർ പഠിക്കാണ്. ആ ചാപ്റ്ററിൽ നിങ്ങൾ ഇതിന് കുറെ റിലേഷനും പഠിക്കും. അത് സൈൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൊസൈൻ്റെ കാണാൻ വേണ്ടിയിട്ടും കൊസൈൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാണാൻ അങ്ങനെ റിലേഷൻസും പഠിക്കുന്നുണ്ട്. അപ്പൊ ആ റിലേഷൻസ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീറ്റന്റെ വാല്യൂസ് കാണാൻ കഴിയും. ക്ലിയർ? അനിരുദ്ധ ചോദിച്ചേ? അനിരുദ്ധ് ക്ലിയർ ആയോ? അനിരുദ്ധ്? ഓക്കെ, ശരി. ഇനി വേറെ എന്തെങ്കിലും സ്റ്റെപ്സിലോ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അല്ലെങ്കിൽ വേറെ സ്റ്റെപ്പുകളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അല്ല ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രോബ്ലം ആണ്. ക്ലിയർ? അപ്പൊ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് മൂവ് ചെയ്യില്ലേ? Yes, sir. Yes, sir. Okay, thank you. So next problem. Find the angle between the vectors A equal to I cap plus 2j cap minus k cap and B equal to minus I cap plus j minus 2k cap. അത് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ആ രണ്ട് വെക്ടേഴ്സിന്റെ ആംഗിൾ കാണാൻ വേണ്ടി പറഞ്ഞു. വളരെ ഡിഫറെന്റ് ആയ ഒരു പ്രോബ്ലം ആണ്. നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ വ്യത്യസ്തമായ പ്രോബ്ലം. രണ്ട് വെക്ടേഴ്സ് തന്നിട്ട് അതിന്റെ ആംഗിൾ കാണാൻ വേണ്ടി പറഞ്ഞു. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ്. രണ്ട് വെക്ടേഴ്സ് എന്ന ആംഗിൾ കാണാൻ വേണ്ടി പറഞ്ഞ് നമുക്ക് എടുക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: A dot B is equal to AB cos theta. കാരണം നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് കാണാനും അറിയാം, A എങ്ങനെ കാണുക B എങ്ങനെ കാണുക എന്ന് പറയാം, തീറ്റ അവിടെ നിന്ന് കിട്ടും. അപ്പൊ എപ്പോൾ ഓർത്തിരിക്കുക, രണ്ട് വെക്ടേഴ്സ് തന്നിട്ട് ആ രണ്ട് വെക്ടേഴ്സിന് ആംഗിൾ കാണാൻ വേണ്ടി പറയുകയാണെങ്കിൽ we are using A dot B equal to AB cos theta. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ A വെക്ടർ ഇങ്ങനെ തരില്ല. The vector A, magnitude of vector A and magnitude of vector B and dot product of both vectors are given. അങ്ങനെയും തരും. അപ്പൊ വളരെ സിമ്പിൾ ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അല്ല, ഇവിടെ എയും ബിയും വെക്ടർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റും കാണണം, മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബിയും കണ്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Yes, sir. ഓക്കെ. അപ്പൊ അതപ്പോ √6 കിട്ടി, ബിയും എ √6 കിട്ടി. ഇനി എ ഡോട്ട് ബി കാണണം. അപ്പൊ എ ഡോട്ട് ബി ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ I dot I, J dot J, K dot K അതിന് കറസ്പോണ്ടിങ് നമ്പേഴ്സ് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം I dot Jയും I dot K ഒക്കെ 0 ആയിട്ട് പോകും. അപ്പൊ I dot I, J dot J, K dot K ന് കറസ്പോണ്ടിങ് നമ്പേഴ്സ് മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഐക്ക് എന്ന് പറയുന്നത് 1 ആണ്, ബിന്റെ ഐ എന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ 1 into -1 that is -1. I dot I 1, ബാക്കിയൊക്കെ 0. അടുത്ത J 2 into 1 that is 2. ലാസ്റ്റ് -K -2K, അടുത്ത -1 into -2 plus 2. അങ്ങനെയാണ് -1 plus 2 plus 2 that is equal to 3. അപ്പൊ A dot B കിട്ടിക്കഴിഞ്ഞു, എയും ബിയും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻസിൽ cos theta is equal to 3 by √6 into √6 that is equal to 3 by 6 that is equal to 1 by 2. 1/2 ആകുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് cos inverse of 1/2 that is theta is equal to 60 degree. അപ്പൊ ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ക്ലിയർ ആയോ? ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ എങ്ങനെയാണ് ആ കാര്യങ്ങൾക്ക് നോക്കണം. ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതിൽ ഈ പ്രോബ്ലത്തിൽ നമുക്ക് 3 കാര്യങ്ങളെ കിട്ടുന്നത്. ഒന്ന്, ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെയാ ചെയ്യാന്നുള്ള കാര്യം നമുക്ക് അറിയണം. 2, ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ എങ്ങനെയാ കാണുക, അതാണ് മോഡുലസ് ഓഫ് എ എന്ന് പറയുന്നത്. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ എങ്ങനെയാ കാണുക, അതാണ് രണ്ടാമത്തെ കാര്യം.
മൂന്നാമത്തെ കാര്യം രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾ കാണാം. പിന്നെ 3 കൺസെപ്റ്റ് ആണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ഒരു എ മാത്രം തന്നിട്ട് ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എന്ന് പറയും. അങ്ങനെയാണ് ചെയ്യേണ്ടത് √(x²+y²+z²). ക്ലിയർ ആയി? ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? സർ അവസാനം പറഞ്ഞ കാര്യം ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയാമോ? അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് 3 കൺസെപ്റ്റ് ആണ് കിട്ടുന്നത്. ഒന്ന്, രണ്ട് വെക്ടേഴ്സിന്റെ തന്നു കഴിഞ്ഞാൽ ആ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾ കാണാം. രണ്ടാമത് എ വെക്ടറും ബി വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ എങ്ങനെയാണെന്നും കൂടി മനസ്സിലായി. മൂന്നാമത്തെ രണ്ട് വെക്ടേഴ്സ് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ എങ്ങനെയാ മനസ്സിലായി. അപ്പൊ 3 കൺസെപ്റ്റ് ആണ് ഈ പ്രോബ്ലത്തിൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആയോ? യെസ് സർ. ഓക്കെ. അപ്പൊ അടുത്ത പ്രോബ്ലം എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ആണെന്ന് കാണാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞു പോയി. അതായത് രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ശ്രദ്ധിച്ചു വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. If two vectors are perpendicular to each other, A dot B equal to 0. In the similar manner, if two vectors are parallel, cross product should be 0. അതായത് A cross B 0 ആണെങ്കിൽ രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണ്. ഇനി എല്ലാ if A dot B is equal to 0, രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണ്. ആ കൺസെപ്റ്റ് ഓർത്തിരിക്കുക. മോസ്റ്റ്ലി എക്സാംസിന് ചോദിക്കാറുണ്ട്, ഫൈൻഡ് ദാറ്റ് ടു വെക്ടേഴ്സ് ആർ എന്താണ് പാരലൽ ആണോ എന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ ചോദിച്ചിട്ട് അങ്ങനെയല്ല, രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സിമ്പിൾ ആണ് നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ രണ്ട് വെക്ടേഴ്സ് തന്നിട്ട് പെർപെൻഡിക്കുലർ ആണെന്ന് തെളിയിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം A dot B equals 0, that means two vectors are perpendicular. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു, ലാംഡയുടെ വാല്യൂ കാണാൻ വേണ്ടി പറഞ്ഞു. 2i plus lambda j plus k ആണ് A. B എന്ന് പറയുന്നത് 4i minus 2j minus 2k. അപ്പൊ നമ്മൾ ആദ്യം ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണ്. ഡോട്ട് പ്രൊഡക്റ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞൊരു കാര്യം ഓർമ്മ വേണം, i dot i, j dot j, k dot k മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ബാക്കിയൊക്കെ 0. അപ്പോ 2 into 4, 2 into 4 8, i dot i 1i. Lambda into -2, that is -2 lambda. Then k എന്ന് 1 ആണ്, ഇവിടെ -2 ആണ്. So 1 into -2, -2. So 8 minus 2 lambda minus 2 is equal to 0. Therefore, solving നമുക്ക് കിട്ടും 2 lambda is equal to 6. 2 lambda is equal to 6 എന്ന് കിട്ടാൻ കാരണം 8 minus 2 എന്ന് പറയുന്നത് 6 ആണ്. 6 minus 2 lambda വരും. 2 lambda ഇങ്ങോട്ട് എടുക്കുമ്പോൾ 2 lambda is equal to 6. So lambda is equal to 6/2. So lambda is equal to 3. ഇങ്ങനെയാണ് ലാംഡയുടെ വാല്യൂ കിട്ടിയത്. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. രണ്ട് വെക്ടേഴ്സ് ക്രോസ് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ അത് പാരലൽ ആയിരിക്കും. ഇത് ക്ലിയർ ആയോ? ഓക്കെ. ഇപ്പൊ വോയിസ് ബ്രേക്ക് ഒന്നും വന്നില്ലല്ലോ? ഇല്ല സർ. ഇല്ല. ഓക്കെ. അപ്പൊ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പൊ ഇത് ഓക്കെ എന്ന് വിചാരിക്കുന്നു. അത് പറഞ്ഞ കാര്യം നോട്ട് ചെയ്ത് വെക്കുക. പാരലൽ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ ആ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വളരെ ഡിഫറെന്റ് ആയ ഒരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പൊ വന്നിട്ടുണ്ടോ? യെസ് സർ. വന്നു ഓക്കെ. വേഗം നോക്കി കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ ക്ലിയർ ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിൽ ആക്ച്വലി വരച്ച ഇതാണ്, പക്ഷെ അത് അതിന്റെ പ്രസന്റേഷൻ ചെയ്യുമ്പോ ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് അത് ഫുൾ കാണിച്ചു ശരിക്കും ഓരോ വരയ്ക്കുമ്പോൾ കൃത്യ കാരണം. ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എന്താണ്? ഒരു ലേഡി സൈക്കിൾ മൂവ് ചെയ്യാണ്. സൈക്കിൾ മൂവ് ചെയ്യുമ്പോൾ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ ലേഡി എങ്ങനെയാണ് അംബ്രല്ല ഹോൾഡ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു വുമൺ. അപ്പൊ മഴ പെയ്യുമ്പോൾ നമ്മൾ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആ മഴ പെയ്യുന്നു, താഴേക്ക് മഴ പെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു സ്പെസിഫിക് ഡയറക്ഷൻ പറഞ്ഞ നോർത്ത് സൗത്തിലേക്ക് മൂവ് ചെയ്യാണ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മള് വെർട്ടിക്കൽ നിന്ന് മഴ കൊള്ളുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കൊള്ളും. പക്ഷെ നമ്മൾ ഓടി മഴ കൊള്ളുമ്പോൾ നമുക്ക് ഒരു ഇൻക്ലൈൻഡ് ആംഗിളിൽ നിന്ന് കൊള്ളുന്ന പോലെ ഫീലിംഗ് ഉണ്ടാവും. അതാണ് ആക്ച്വലി ഒരു അംബ്രല്ല ഹോൾഡിങ് മാറുന്നത്. നമ്മളൊരു ബൈസിക്കിൾ ഓടി പോകുമ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് മേലേക്ക് കൊട പിടിക്കുക. നടന്നു പോകണമെങ്കിൽ നമ്മൾ എങ്ങനെ കൊട പിടിക്കുക? കുറച്ച് ഫ്രണ്ടിലേക്കല്ലേ കൊട പിടിക്കുക? കാരണം നമ്മുടെ മഴ ചരിഞ്ഞു വരുന്ന ഒരു ഫീൽ വരില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത്? അത് ആ കൺസെപ്റ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫിഗർ നോക്കിക്കോളൂ. ഫിഗർ പറഞ്ഞുതരാം. ഈ വി ആർ എന്ന് പറയുന്നത് റെയിൻ ആണ്, വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഇങ്ങനെയാണ് മഴ താഴേക്ക് വെർട്ടിക്കലി ഡൗൺ. വി ആർ എന്ന് പറയുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. വി ബി എന്ന് പറയുന്നത് ബൈസിക്കിൾ വെലോസിറ്റി ആണ് വി ബി എന്ന് പറയുന്നത്. അപ്പോ വി ബി പോകുന്നത് നോർത്ത് ടു സൗത്ത് ആണ്. അപ്പൊ നമുക്ക് ഈസ്റ്റ് വെസ്റ്റ് ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് റൈറ്റ് ലെഫ്റ്റ് ആക്കി എടുത്തതേ ഉള്ളൂ, നോർത്ത് സൗത്ത് ആക്കിയിട്ട്. അപ്പോ നോർത്ത് ടു സൗത്ത്, സൗത്തിലേക്ക് നോർത്തും സൗത്തിലേക്ക് വി ബി ഡയറക്ഷൻ പോകുന്നുണ്ട്. അപ്പൊ ഇത് വി ബി ആണ്, ഇത് മൈനസ് വി ബി ആയിരിക്കും. കാരണം ഇങ്ങോട്ടാണ് ബൈസിക്കിൾ മൂവ് ചെയ്യുന്നത്.
റെയിൻ വീഴുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്. അപ്പൊ നമ്മളിപ്പോ രണ്ട് പാരലോഗ്രാമിന് രണ്ട് സൈഡ് കിട്ടിക്കഴിഞ്ഞു. കാരണം പാരലോഗ്രാമിന് രണ്ട് സൈഡ്സ് രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ അത് റിസൾട്ടന്റ് ഡയഗണൽ ആയിരിക്കും. ഓൾറെഡി പഠിച്ചാണ് പാരലോഗ്രാം അഡീഷനിൽ. അപ്പോ നമുക്ക് ആദ്യം കാണേണ്ടത് റെയിൻ വിത്ത് റെസ്പെക്ട് ടു വുമൺ, അതായത് മഴ ആ ലേഡി നിന്ന് കൊള്ളുകയാണെങ്കിൽ മഴന്റെ വെലോസിറ്റി എന്തായിരിക്കും? 30 ആയിരിക്കും. കാരണം പിന്നെന്താണ് റെയിന്റെ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഇതുണ്ടാവുക. നേരെ മറിച്ച് ആ ലേഡി ബൈസിക്കിൾ 10 മീറ്റർ പെർ സെക്കൻഡിൽ പോകുമ്പോൾ മഴന്റെ വെലോസിറ്റി നമുക്ക് കൂടും. നമുക്ക് ചെറിയ ചാറ്റൽ മഴയാണെങ്കിൽ തന്നെ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ നല്ല, അല്ലെങ്കിൽ ബൈക്കിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചറിയാം, ചെറിയ ചാറ്റൽ മഴ ബൈക്ക് സ്പീഡ് കൂടുന്നതോറും മഴന്റെ തീവ്രത കൂടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ആക്ച്വലി ഇവിടെ വരുന്ന ആ കൺസെപ്റ്റിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്തത്? നമുക്ക് ഡയഗണലാണ് വേണ്ടത്. ഡയഗണൽ അപ്പൊ നമുക്കറിയാം പാരലോഗ്രാം രണ്ട് സൈഡ്സ് ആണ്. രണ്ട് സൈഡ്സ് പറയുമ്പോൾ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇത് വി ബി ആണെങ്കിൽ ഇത് വി ബി ആണ്. അപ്പോ തീറ്റതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ അഡ്ജസ്റ്റന്റ് സൈഡും പിന്നെ ഓപ്പോസിറ്റ് സൈഡ് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അഡ്ജസ്റ്റന്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാൻ തീറ്റയാണ് വേണ്ടത്. അപ്പൊ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു വി ബി ബൈ വി ആർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് കണ്ടോ ഈ ആംഗിൾ ആണ് കാണേണ്ടത്. കാരണം ഇത് വെർട്ടിക്കലി ഫോളിങ് ഇങ്ങനെയാണ്. അപ്പൊ കുട ഈ ആംഗിൾ ആണ് പിടിക്കേണ്ടത്, ആ ആംഗിൾ ആണ് കാണേണ്ടത്. അപ്പൊ ഈ 18.4 നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ കഴിയില്ല. അതൊന്നും ലോഗരിതം ടേബിൾ നോക്കി പഠിക്കണം. അല്ലെങ്കിൽ എന്താണ് അപ്പൊ ഈ അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 10/30 എഴുതി വെച്ചാൽ CBSE സ്റ്റുഡൻസ് ആണെങ്കിൽ